ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദിനങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ ജീവിത വഴികളിലൂടെ നമുക്കൊരു ആത്മീയ യാത്ര നടത്താം. പരിശുദ്ധ അമ്മ അവൾ ദൈവഹിതത്തിന് സ്വയം സമർപ്പിച്ച വിനയത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പൂർണ്ണതയാണ്. ദൈവത്തിൻ്റെ ദാസി എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് ലോകരക്ഷകനായ യേശുവിനെ ഉദരത്തിൽ വഹിക്കാൻ അവൾ തയ്യാറായി. ആ ആമേൻ ഒരു സാധാരണ വാക്കായിരുന്നില്ല. അത് തൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച ഒരു വിനീത ഹൃദയത്തിൻ്റെ ഉറച്ച തീരുമാനമായിരുന്നു. മറിയത്തിൻ്റെ ജീവിതം പലപ്പോഴും വേദന നിറഞ്ഞതായിരുന്നു. ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ തുടങ്ങി ഈജിപ്തിലേക്കുള്ള പലായനവും പിന്നീട് കാൽവരിയിലെ കുരിശിൻ ചുവട്ടിൽ മകനെ കണ്ടു നിൽക്കേണ്ടി വന്ന ആ വലിയ ദുഃഖവും. എന്നാൽ ഈ വേദനകളിലൊന്നും മറിയം തളർന്നില്ല. മറിച്ച് ഓരോ ദുഃഖത്തെയും അവൾ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും കണ്ണുകളിലൂടെ കണ്ടു. അതുകൊണ്ടാണ് അവൾ വേദനിക്കുന്നവരുടെ അമ്മയും ദുഃഖിതരുടെ ആശ്വാസവുമായി മാറിയത്. ഇന്ന് നമ്മുടെ ജീവിതത്തിലും വേദനകളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ നാം ആരെയാണ് വിളിക്കേണ്ടത്? നമുക്ക് ആശ്വാസം നൽകാൻ ആരുണ്ട്? നമ്മുടെ അമ്മയായ മറിയം അവിടെയുണ്ട്. അമ്മയുടെ കൈകൾ എപ്പോഴും നമ്മെ താങ്ങാൻ തയ്യാറാണ്. ഭവനങ്ങളിൽ സമാധാനം നഷ്ടപ്പെടുമ്പോൾ, കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുമ്പോൾ, നമ്മുടെ ദുരിതങ്ങളിൽ, രോഗങ്ങളിൽ, എല്ലാറ്റിനുമുപരിയായി നമ്മുടെ ആത്മീയ യാത്രകളിൽ നമുക്ക് മറിയത്തെ വിളിക്കാം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതം നമുക്കൊരു മാതൃകയാകട്ടെ. പ്രതിസന്ധികളിൽ തളരാതെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ദൈവഹിതത്തിന് കീഴ്വഴങ്ങാനുള്ള ശക്തിക്കായി നമുക്ക് അവളോട് പ്രാർത്ഥിക്കാം. അവൾ നമ്മുടെ കൂടെയുണ്ട്, നമ്മെ വഴി നടത്താൻ, നമ്മെ താങ്ങാൻ, നമ്മെ സ്നേഹിക്കാൻ. അമ്മയുടെ സ്നേഹത്തെയും സംരക്ഷണത്തെയും നന്ദിയോടെ നമുക്ക് ഓർക്കാം. അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തുണയായിരിക്കട്ടെ.